ഹായ് സുഹൃത്തുക്കളെ, നമുക്കിന്ന് കശുവണ്ടി പരിപ്പ് കറി വയ്ക്കാം. അപ്പോൾ അതിനൊരു നാളികേരം ഇട്ട് നമുക്ക് പൊതിച്ചെടുക്കണം, പരിപാടിക്ക് തുടങ്ങാം. ഓക്കെ. അണ്ടിക്കറിയിലേക്ക് ഉപയോഗിക്കുന്നത് ഒരു നാളികേരം ചെറുകി എടുക്കണം, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, 15 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സ്പൂൺ കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട്, കുരുമുളക് 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഉണ്ട്, മീറ്റ് മസാല, 2 തക്കാളി, 10 പച്ചമുളക്. ഇനി നാളികേരം, മല്ലി, പച്ചമുളക്, കുരുമുളക്, വെളുത്തുള്ളിയും കൂടി നമുക്ക് വറുത്തെടുക്കണം. അത് അരച്ചതിന് ശേഷം നമുക്ക് തുടങ്ങണം. ആദ്യം വെളുത്തുള്ളി ഒരു 6 ഇതിലെ വെളുത്തുള്ളി വേറെ ചതച്ചെടുത്തിട്ട് 10 പച്ചമുളക്. നമ്മുടെ മീറ്റ് മസാല ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്, അതൊന്ന് ഇളക്കിടുക. മസാലയ്ക്ക് ഒഴിക്കണം. അതിന്റെ മുകളിലാണ് നമ്മൾ വേപ്പില ഇടുന്നത്, വെളിച്ചെണ്ണയിൽ ഇടുന്നില്ല. അല്പം മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. അടുത്തത് തക്കാളി ഇട്ടു. നമ്മുടെ അരി പൊടിച്ച് കഴുകി വെച്ച അണ്ടിപ്പരിപ്പ്, കശുവണ്ടി അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇടണം. ഉപ്പ് പാകത്തിന്, ബാക്കി നോക്കിയിട്ട് നമുക്ക് ഇടാം. അപ്പൊ നമ്മുടെ കശുവണ്ടി പരിപ്പ് കറി റെഡി. ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് നോക്കി കളയാം. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് നോക്കാൻ പോണ്. പിന്നെ എന്തായാലും വരുത്തി നോക്കാൻ നമുക്ക് ആവശ്യക്കാർക്ക് നല്ല വെളിച്ചെണ്ണ ഒരു 2-3 സ്പൂൺ ഒഴിക്കാം. നിർബന്ധമില്ല, ആവശ്യം ടേസ്റ്റ് ഒന്നുകൂടെ കൂട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കി കളയാം. അപ്പൊ നമ്മുടെ പ്രോഗ്രാം കണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.